ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിസ്ക് അനലൈസിസ് ടെക്നിക്സ് ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി അനലൈസിസും അതോടൊപ്പം പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡുമാണ്. ഇനി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഫോർ റിസ്ക് അനലൈസിസിൽ ഡിസ്കസ് ചെയ്യാനുള്ള തേർഡ് മെത്തേഡാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ്, SD മെത്തേഡ് എന്ന് പറയും. നമ്മൾ ആദ്യം കണ്ട രണ്ട് മെത്തേഡ്സിൽ സെൻസിറ്റിവിറ്റി അനലൈസിസിലും പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡിലും പ്രിസൈസായിട്ട് നമുക്കൊരു പ്രോജക്റ്റിൻ്റെ ഇൻഹെറൻ്റ് ആയിട്ടുള്ള റിസ്ക് അസസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ കുറച്ചുകൂടെ പ്രിസൈസായിട്ട് നമുക്ക് റിസ്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇത് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. സ്ക്വയർ റൂട്ട് ഓഫ് സ്ക്വയേർഡ് ഡീവിയേഷൻസ് കാൽക്കുലേറ്റഡ് ഫ്രം ദ മീൻ ആണ്. മീനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ക്വയേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ റൂട്ടാണ് നമ്മൾ SD ആയിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനായിട്ട് പറയുന്നത്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മീൻ വാല്യൂ ക്യാഷ് ഫ്ലോസിൻ്റെ പോസിബിളായിട്ടുള്ള ക്യാഷ് ഫ്ലോസിൻ്റെ എല്ലാം മീൻ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നു. ദെൻ കാൽക്കുലേറ്റ് ഡീവിയേഷൻ ബിറ്റ്വീൻ മീൻ വാല്യൂ ആൻഡ് പോസിബിൾ ക്യാഷ് ഫ്ലോ. എന്നിട്ട് നമ്മൾ മീൻ വാല്യൂയും ക്യാഷ് ഫ്ലോസും തമ്മിലുള്ള അതിനിടയിലുള്ള ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ കൊണ്ടാണ്, സ്മോൾ ലെറ്റർ D കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ സ്ക്വയർ കാണുന്നു, ഡീവിയേഷൻ്റെ സ്ക്വയർ കാണുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ടോട്ടൽ സ്ക്വയർ നമ്മൾ കാണുന്നു, അത് ആഡ് ചെയ്യുന്നു. അതിനെ നമ്മൾ സിഗ്മ D² എന്ന് പറയും. എന്നിട്ട് നമ്മൾ SD ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുന്നു. SD ഫോർമുല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാം. എന്ത്, സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ D² എന്നുള്ളതാണ്. SD ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ D² ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുമ്പോൾ ഹയസ്റ്റ് വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത് എപ്പോഴും റിസ്കി പ്രോജക്റ്റ് ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് എന്തായിരിക്കും, റിസ്ക് കുറവായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്യാം, ഒരു പ്രോബ്ലം ചെയ്യാം. ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഇൻഫർമേഷൻ ഗിവൺ ബിലോ ഫൈൻഡ് ഔട്ട് വിച്ച് പ്രോജക്റ്റ് ഈസ് മോർ റിസ്കി അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്രോച്ച് എന്നുള്ള രണ്ട് പ്രപ്പോസലുകളുണ്ട്. ഇവിടെ പ്രപ്പോസൽ X ഉണ്ട്, പ്രപ്പോസൽ Y ഉണ്ട്. 4 വർഷത്തേക്കുള്ള ക്യാഷ് ഇൻഫ്ലോസ് തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രോബബിലിറ്റി, ആ ക്യാഷ് ഫ്ലോ കിട്ടാനുള്ള പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് പ്രോജക്റ്റിലും പ്രപ്പോസലിലും തന്നിട്ടുണ്ട്. Xലും തന്നിട്ടുണ്ട്, പ്രപ്പോസൽ Yലും തന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ച് നമ്മൾ സോൾവ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, നമ്മളിതിൻ്റെ സൊല്യൂഷനിലേക്ക് വരുമ്പോഴും നമ്മൾ ഓരോ വർഷത്തെയും ക്യാഷ് ഫ്ലോ, 4 വർഷത്തേക്കുള്ള ക്യാഷ് ഇൻഫ്ലോ ഉണ്ട് 5,000. പ്രപ്പോസൽ X എടുക്കുക ആദ്യമായിട്ട്. നമ്മൾ 5,000, 10,000, 20,000, 25,000. ഓക്കെ, ടോട്ടൽ 60,000. ഇതിൻ്റെ ഡീവിയേഷൻ ഫ്രം മീൻ എന്ന് പറയുന്നത് നമ്മൾ മീൻ എന്ന് പറയുന്നത് ടോട്ടൽ ക്യാഷ് ഫ്ലോ കൂട്ടുക, അതായത് 60,000 കൂട്ടുക. എന്നിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് നമ്മുടെ മീൻ എന്ന് പറയുന്നത്. അപ്പോൾ 15,000 ആണ് മീൻ. മീനിൽ നിന്നുള്ള ഡീവിയേഷന് 5,000ൻ്റെ ഡീവിയേഷൻ എന്ന് പറയുന്നത് -10,000 ആണ്. 10,000ൻ്റേത് -5,000 ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, 20,000ൻ്റെ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ എന്ന് പറയുന്നത് +5,000 ആണ്. 25,000 +10,000 ആണ്. എന്നിട്ട് എന്ത് ചെയ്യണം, അപ്പോൾ ഡീവിയേഷൻ ഫ്രം മീൻ കിട്ടി, കിട്ടി. ഈ ഡീൻ്റെ സ്ക്വയർ കാണണം, സ്ക്വയർ ഓഫ് ഡീവിയേഷൻ, അതായത് D². നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ കിട്ടും, വാല്യൂസ് കിട്ടും. ഓക്കെ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡീവിയേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്രോബബിലിറ്റി F കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 0.3 ആണ് ഫസ്റ്റ് ഇയറിൻ്റെത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് FD അതിൻ്റെ പ്രോബബിലിറ്റി സ്ക്വയർ കിട്ടും. നമ്മൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് ഡീവിയേഷൻ്റെ എന്ത് ചെയ്യുന്നു, പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള വാല്യൂ നമുക്ക് F × D², നെക്സ്റ്റ് വെയ്റ്റഡ് സ്ക്വയർ ഡീവിയേഷന് കിട്ടുന്നു. അങ്ങനെ ഓരോ വർഷത്തെയും വെയ്റ്റഡ് സ്ക്വയർ ഡീവിയേഷൻ കിട്ടുന്നു. അത് ഒന്നിച്ച് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ടോട്ടൽ വെയ്റ്റഡ് സ്ക്വയർ ഡീവിയേഷൻ വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്കിവിടെ എന്തുണ്ട്, സിഗ്മ FD² നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെയ്റ്റഡ് ഡീവിയേഷൻ്റെ നമ്മുടെ ടോട്ടൽ ആഡ് ചെയ്തിട്ടുള്ള നമ്മൾ
ചെയ്തിട്ടുണ്ട് 7 crore ഒന്നും അല്ലാതെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ, സ്ക്വയർ റൂട്ട് ഓഫ് 7 crore ആണത്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 8367 എന്ന് കിട്ടും. പ്രോജക്റ്റ് എക്സിൻ്റെ കേസിൽ നമുക്ക് 8367 എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പ്രോജക്റ്റ് പ്രപ്പോസൽ എക്സ്. ഇനി ഇതുപോലെ നമ്മൾ പ്രപ്പോസൽ വൈൻ്റെതും കാണണം. ഓരോ വർഷത്തെയും ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ട്. അതിൻ്റെ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത് 44,000 ആണ്. 44,000ൻ്റെ മീൻ എന്ന് പറയുന്നത് 11,000 ആണ്. 44,000നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മീൻ കിട്ടും. 11,000 ആണ്. ഡീവിയേഷൻ ഫ്രം മീൻ ഡി കാണണം ഓരോ ഇയറിൽ ഉള്ളത്. 2,000 ആണ് ഫസ്റ്റ് ഇയറിലെ ക്യാഷ് ഇൻഫ്ലോ. അതിനുള്ള മീൻ 11,000 ഡീവിയേഷൻ എന്ന് പറയുന്നത് -9,000 ആണ്. അങ്ങനെ ഓരോ വർഷത്തെയും നമ്മൾ കാണുന്നു. അതിൻ്റെ സ്ക്വയർ കാണുന്നു, ഡീവിയേഷൻ്റെ സ്ക്വയർ, അതായത് ഡി സ്ക്വയർ കാണുന്നു. എന്നിട്ട് അതിനെ പ്രോബബിലിറ്റി വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വെയ്റ്റഡ് സ്ക്വയർ ഡീവിയേഷൻ എഫ് ഡി സ്ക്വയർ കിട്ടുന്നു. ഓരോ വർഷത്തെയും എഫ് ഡി സ്ക്വയർ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ സിഗ്മ എഫ് ഡി സ്ക്വയർ കാണുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ സിഗ്മ എഫ് ഡി സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രോജക്റ്റ് വൈയുടെ എന്താവും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവും. സ്ക്വയർ റൂട്ട് ഓഫ് എത്ര വരുന്നത്? 2.5 crore. ഓക്കെ, അത് നമുക്ക് 5,000 എന്ന് കിട്ടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ റൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 5,000 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് വാല്യൂസും കിട്ടി. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പ്രപ്പോസൽ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് പ്രപ്പോസൽ വൈ. എക്സിൻ്റെതാണ് കൂടുതൽ വൈനെക്കാട്ടും. ദെർഫോർ പ്രപ്പോസൽ എക്സ് ഈസ് മോർ റിസ്കി. എക്സ് മോർ റിസ്കിയാണ്. അതുകൊണ്ട് പ്രോജക്റ്റ് വൈ ഷുഡ് ബി അക്സെപ്റ്റഡ്. ഇതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ ഈ രീതിയിലാണ് നമ്മൾ റിസ്ക് അനലൈസിസ് നടത്തുന്നത്. ഓക്കെ, റിസ്ക് അനലൈസിസിനുള്ള നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് കോഎഫിഷ്യൻറ്റ് വേരിയേഷൻ മെത്തേഡ്. കോഎഫിഷ്യൻറ്റ് വേരിയേഷൻ മെത്തേഡ്. ഇവിടെ പ്രോജക്റ്റുകളെ കോസ്റ്റ് ഡിഫറെൻ്റ് ആകുമ്പോൾ ഡിഫറെൻറ്റ് പ്രോജക്റ്റ് കോസ്റ്റുകളുണ്ട്, പ്രപ്പോസലുകളുണ്ട്. അപ്പോൾ അത്തരം കേസസിലാണ് കുറച്ചുകൂടെ റിസ്ക് അനലൈസിസിന് ബെറ്റർ ആയിട്ടുള്ള മെത്തേഡാണ് കോഎഫിഷ്യൻറ്റ് വേരിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ആണ്, റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് കോഎഫിഷ്യൻറ്റ് വേരിയേഷൻ മെത്തേഡ്. ഇതിൻ്റെ ഫോർമുല കോഎഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷൻ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 ആണ്. ഇവിടെ കോഎഫിഷ്യൻറ്റ് വേരിയേഷൻ കൂടുതലാണെങ്കിൽ റിസ്ക് കൂടുതലായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഡിസിഷൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കോഎഫിഷ്യൻറ്റ് വേരിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോലെ തന്നെ കോഎഫിഷ്യൻറ്റ് വേരിയേഷൻ കൂടുതലായിട്ടുണ്ടെങ്കിൽ റിസ്ക് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമ്മൾ മുമ്പ് ചെയ്ത എക്സാമ്പിൾ ഉണ്ടല്ലോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതേ എക്സാമ്പിൾ തന്നെ എടുത്താൽ മതി. ഓൺ ദ ബേസിസ് ഓഫ് ഇൻഫർമേഷൻ ഗിവൺ ഇൻ പ്രീവിയസ് എക്സാമ്പിൾ കാൽക്കുലേറ്റ് കോഎഫിഷ്യൻറ്റ് വേരിയേഷൻ ആൻഡ് സജസ്റ്റ് വിച്ച് പ്രപ്പോസൽ ക്യാൻ ബി അക്സെപ്റ്റഡ്. നമുക്ക് അവിടെ രണ്ട് പ്രപ്പോസലുകളായിരുന്നു ഉണ്ടായിരുന്നത്, എക്സും വൈയും. ഫസ്റ്റ് കേസിൽ പ്രപ്പോസൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് വേരിയേഷൻ കാണാം. അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് എത്രയായിരുന്നു? 8,367 ആയിരുന്നു. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മീൻ എന്ന് പറയുന്നത് 15,000 ആയിരുന്നു നമുക്ക്. അതായത് 60,000 ആയിരുന്നല്ലോ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. അതിന് 4 വർഷത്തേക്കായിരുന്നു. അപ്പോൾ 60,000നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 15,000 എന്ന് കിട്ടും. അതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കോഎഫിഷ്യൻറ്റ് വേരിയേഷൻ ഓഫ് പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രപ്പോസൽ എക്സ് എന്ന് പറയുന്നത് 55.78 ആണ്. 8% ആണ്. ഓക്കെ, അതുപോലെ അങ്ങനെ സിമിലർലി വി ക്യാൻ കാൽക്കുലേറ്റ് കോഎഫിഷ്യൻറ്റ് വേരിയേഷൻ ഓഫ് പ്രപ്പോസൽ വൈ ആൾസോ. ഇവിടെ 5,000 ആയിരുന്നു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മീൻ എന്ന് പറയുന്നത് സെക്കൻഡ് പ്രപ്പോസൽ വൈയിൽ മീൻ എന്ന് പറയുന്നത് 11,000 ആണ്. അപ്പോൾ നമുക്ക് 45.45 എന്ന് കിട്ടും. 45%. ഓക്കെ, ഇവിടെ മീൻ കാണുന്നത് നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസിന് നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ കിട്ടും. അങ്ങനെയാണ് 15,000 11,000 നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഈ രണ്ട് പ്രപ്പോസലുകളിൽ പ്രപ്പോസൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് വേരിയേഷൻ ഹൈ ആണ്. അതുകൊണ്ട് ഇത് കൂടുതൽ റിസ്ക്കിയാണ്. അതുകൊണ്ട് പ്രപ്പോസൽ വൈ ഷുഡ് ബി അക്സെപ്റ്റഡ്. നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ച് ചെയ്തപ്പോഴും ഇതേ റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, റിസ്ക് അനലൈസിസിനുള്ള മറ്റൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് സിമുലേഷൻ ടെക്നിക്ക്. നമ്മൾ സിമുലേഷൻ ടെക്നിക്കിൽ സാധാരണ ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു സിമുലേഷൻ ടെക്നിക്കാണ് മോണ്ടെ കാർലോ സിമുലേഷൻ റിസ്ക് അനലൈസിസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ആ ഡിസിഷനിൽ പോസിബിളായിട്ടുള്ള റിസ്ക്
കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സിമുലേഷൻ ടെക്നിക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ വ്യത്യസ്ത രീതിയിൽ പല രീതിയിലുള്ള പ്രോബബിലിറ്റി ഉണ്ടായിരിക്കാം, പ്രോബബിൾ ഔട്ട്കംസ് ഉണ്ടായിരിക്കാം ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ പ്രോബബിൾ ഔട്ട്കംസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്യുക, റിസ്ക് കുറഞ്ഞത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിമുലേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു, പലതരത്തിലുള്ള വേരിയബിൾസ് ഉണ്ടാവും ഒരു പ്രോജക്റ്റിൽ. ഒരു എന്തായിരിക്കും, നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ഉണ്ടാവാം. അതോടൊപ്പം സെല്ലിംഗ് പ്രൈസ് വേരിയബിളായിട്ട് വരാം. അതോടൊപ്പം വേരിയബിൾ കോസ്റ്റ്, വ്യത്യസ്ത രീതിയിലുള്ള വേരിയബിൾ കോസ്റ്റുകൾ വരാം. ഇവയെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് അതാണ് ചെയ്യേണ്ടത്. റാൻഡം വാല്യൂസിൽ നമ്മളത് വ്യത്യസ്ത രീതിയിലുള്ള റാൻഡം വാല്യൂസ് നമ്മൾ ഇത്തരം വേരിയബിൾസ് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ദീസ് വാല്യൂസ് ആർ പ്രോസസ്ഡ് ടു കമ്പ്യൂട്ട് NPV. നമ്മുടെ നെറ്റ് പ്രസൻറ്റ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാല്യൂസ് പ്രോസസ്സ് ചെയ്യണം. ദിസ് പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ് റാൻഡം വാല്യൂസ് ആൻഡ് കാൽക്കുലേറ്റിംഗ് NPV ഈസ് റിപ്പീറ്റഡ് മെനി ടൈംസ്. ഇങ്ങനെ റാൻഡം വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അതോടൊപ്പം കാൽക്കുലേറ്റിംഗ് നെറ്റ് പ്രസൻറ്റ് വാല്യൂസും പല സമയങ്ങളിലായിട്ട് സിമുലേഷനാണിത്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് അവസാനം എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻ ദി എൻഡ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് കാൽക്കുലേറ്റഡ് MPVs ആർ അസർട്ടൈൻഡ്. കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ റിസ്ക് അനലൈസ് ചെയ്യുന്നത് സിമുലേഷൻ ടെക്നിക്കിൽ. ഓക്കെ.